ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കിങ്സ്റ്റൺ മലയാളി അസോസിയേഷൻ നടത്തുന്ന ഓണപ്പരിപാടിക്ക് വേണ്ടി പോകാൻ നിൽക്കുകയാണ്. ഞാനത് കുളിക്കാൻ പോവാണ്. അതിന് മുമ്പ് വീഡിയോ എടുത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുളിച്ച് റെഡിയായി പോവാം. ഞാൻ റെഡി ആയിരിക്കുന്നു. മുണ്ടാണ് എടുത്ത് നോക്കണേ. പിന്നെ ഞാൻ ഈ ഡിസ്ലൊക്കേറ്റഡ് ഷോൾഡർ വെച്ചിട്ട് വടംവലിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഡിസ്ലൊക്കേറ്റഡ് ഷോൾഡർ ഒടിഞ്ഞ ഷോൾഡറായി മാറും, നമുക്ക് വീഡിയോയിൽ കണ്ടറിയാം. അത് കഴിഞ്ഞ് പിന്നെ ഓണസദ്യ ഉണ്ട്. ഞാൻ അതിലും വിളമ്പാൻ വേണ്ടിയിട്ട് എന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഉണ്ടാവും. അപ്പോൾ ഈ മുണ്ടൊക്കെ നമ്മൾ ഇപ്പോൾ വെള്ള കളർ ഇപ്പം നിങ്ങൾ കണ്ടോ, ഇത് വെള്ളം ഇരിക്കില്ല വരുമ്പോൾ. എന്താ വേയാണ് എൻ്റെ ബാക്കിൽ മിസ്റ്റർ ചാക്കോച്ചി ഉണ്ട്, ഇപ്പൻ പാപ്പോച്ചി. നമസ്കാരം, ഹാപ്പി ഓണം ഗൈസ്. ഈ വീഡിയോ ഒന്നാടാന്ന് എനിക്കറിയില്ല, ഞാൻ ഇന്ന് തന്നെ ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതേ പോയിക്കൊണ്ടിരിക്കുക, പോണ്ട വേ ആണ്. ഇവിടെ ഒരു സ്കൂളിലാണ് പരിപാടി നടക്കുന്നത്. ഇവരൊക്കെ മലയാളികളാണെന്ന് എനിക്ക് സംശയമുണ്ട്. എൻ്റെ പേര് ആദിത്, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ കാനഡ വന്നിട്ട് ഇപ്പോൾ ടോട്ടൽ 4 years ആയി. കിങ്സ്റ്റൺ വന്നിട്ട് 3 years ആയി. ഞാൻ അവിടെ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, CMC മൈക്രോസിസ്റ്റം എന്ന് പറയുന്ന ഒരു IT കമ്പനി. വളരെ സിമ്പിൾ ആണ് ചോദ്യം. മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം? ബാഹുബലിയിലായിരിക്കില്ലേ? മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം? വലിയ മനുഷ്യൻ, വലിയ ബലി. ചെറുതായിട്ട് പഠിപ്പാളി കിട്ടോ. ഞാൻ 2 വർഷം ഞാൻ ആദ്യം വെറുതെ പുറത്തത്തെ മറ്റേ പൂക്കളിട്ട് എൻ്റെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ എൻ്റെ കയ്യിൽ കാവടി വന്നിട്ട് കാവടി തുള്ളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വെറുതെ നടക്കണ സമയത്ത് എന്നോട് പ്രസൂൻ ചേട്ടൻ ആൾ പറഞ്ഞു മങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ. ഞാൻ ചോദിച്ചു, നല്ല രസമുണ്ടല്ലോ കേൾക്കാൻ. ഞാൻ അതിൽ രജിസ്റ്റർ ചെയ്തു. അവരെന്നെ സ്റ്റേജിലിരുത്തി എന്നോട് ചോദ്യം ചോദിച്ചു. എനിക്ക് എന്ത് തേങ്ങ പറഞ്ഞിട്ടോ, എനിക്ക് 5 ഓണത്തിനൊരു കൂടുതലൊന്നും അറിയത്തില്ല മഹാബലി എന്താ അർത്ഥം എന്നൊക്കെ. ഞാൻ എന്നിട്ടാ പറഞ്ഞേ, എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു. അപ്പോൾ പിന്നെ അവളും കയറിയിട്ടുണ്ടായിട്ടു കേട്ടോ. അവളും കയറി, അവളൊരു മെസ്സേജൊക്കെ കൊടുത്തു. കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്ന് സെറ്റ് കൊണ്ടൊന്നും എടുക്കാൻ. കാരണം അതെ, എൻ്റെ അമ്മ ആൾക്ക് കൊടുത്തയച്ച ഇതാണ്. പിന്നെ സാരി എടുക്കാൻ അറിഞ്ഞൂടാ. പിന്നെ സാരി ഉള്ളത് എടുക്കാറില്ല. അത് കാരണം പിന്നെ എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. തിരുവാതിര സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വോളണ്ടിയറാണ്. അപ്പോൾ എനിക്ക് ഇനി സദ്യ വിളമ്പാനും എല്ലാത്തിനും വേണ്ടി നടക്കണം. അപ്പോൾ അതിന് വേണ്ടി പോകാൻ നിൽക്കുക. വിളമ്പൽ സർവീസിലായിരിക്കും കേട്ടോ. നീ എന്താ ഈ പൂഞ്ഞിക്കര നടക്കുന്ന പോലെ ചോറ് എടുത്തോണ്ട് മോരൂട്ടി കഴിക്കാന്ന് പറഞ്ഞു? ഹലോ ചേട്ടാ. ഹലോ, അതെ അതെ. ഹലോ, ദിസ് ഇസ് സാവേജ് വൈറ്റി. Everybody like and subscribe Adit channels. Adi Hack. ഞാനാണ് ഫസ്റ്റ് എല്ലാ പ്രാവശ്യം കമന്റ് ചെയ്യണം. നിങ്ങളും കമന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സമ്മാനം അടുത്ത വ്ളോഗിലുണ്ട്. എന്താ ഓഫ് ചെയ്തു. ഞാൻ തന്നെ പരിചയപ്പെടുത്തണോ? പിന്നെ സാറും കേട്ടോ.
താരങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത് പരിചയപ്പെടുത്താൻ. പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാ പുരുഷന്മാരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. വളരെ നിസ്സാരമായ ഒരു കളി. ഒരു ഗുണം, ഒരു വടി, ഒരടി പൊട്ടി. ഫസ്റ്റ് വടംവലി ചാക്കോച്ചന്റെ ടീമായിട്ടാണ്. എന്റെ വടംവലിയുടെ കോച്ചിന് മാത്രം ടീമിനടുത്ത് നിൽക്കാവുന്നതാണ്. വിളി പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ കയ്യിൽ പോയി. അത് മാത്രമാണ് ഒരു പ്രശ്നം. പക്ഷേ കളി എൻജോയ് ചെയ്തു കേട്ടോ. ഇത് ഫൈനൽ നടന്നുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ സ്കൂട്ടാവും. ഞാൻ കറുത്ത് കരിമുട്ടി. നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഓണപരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് പ്രൈസായിട്ടൊന്നും കിട്ടിയില്ല. മലയാളി മങ്കൻ ഞാനല്ല, മലയാളി മങ്കി ഇവളും അല്ല, ചാക്കോച്ചനാണ് എല്ലാമായ ചാക്കോച്ചൻ. ഞങ്ങൾക്ക് 2 ബീറും കുപ്പി വന്നിട്ടുണ്ട്. ഞാൻ അത് പോയി അടിക്കാം. പോണ വഴിക്ക് ഞങ്ങൾ ഇത്ര ഡ്രസ്സൊക്കെ ഇട്ട സ്ഥിതിക്ക് ഞങ്ങളെ ഈ മുണ്ടും ഈ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നാലാളെ കാണിക്കണല്ലോ. അപ്പൊ ഐസ്ക്രീം വാങ്ങിക്കാൻ പോയാലോ എന്ന് വിചാരിക്കട്ടെ. ഐസ്ക്രീം വാങ്ങിക്കാൻ പോയിക്കൊണ്ടിരിക്കുക എല്ലാരും. ഓണപ്പരിപാടി കഴിഞ്ഞു വീട്ടിലെത്തി. ഞാൻ ഐസ്ക്രീം വാങ്ങിക്കാൻ പോയിണ്ടായിരുന്നു. ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞു. വീഡിയോ എപ്പോഴേക്കും ഫോൺ അവിടെ സ്വിച്ച് ഓഫ് ആയി. അതിൻ്റെ വഴി ഐസ്ക്രീം കഴിച്ചതിൻ്റെ മുകളിൽ കൂടെ ചക്കോച്ചണ്ട 2 കുപ്പി ബീറാ ഉള്ളിലാക്കിയത്. ആ ഒരു ഉഷിരേ ഐസ്ക്രീമിൻ്റെ മുകളിൽ കൂടെ ആക്കാൻ എൻ്റെ വയറൊരുത്തരം എന്തോ പോലെ. ഇനി വീട്ടിൽ പോയിട്ട് എത്തിയാനൊക്കെ എടുക്കണം. ഞാൻ സിനിമയ്ക്ക് പോയാലെന്ന് വിചാരിച്ചായിരുന്നേ. പക്ഷേ സിനിമയ്ക്ക് നമുക്ക് നാളെ പോവാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരുന്നില്ല. നാളെ നമ്മൾ ടൊറൻറ്റോയ്ക്ക് പോന്നു. ഹാപ്പി ഓണം. ഇന്നലെ ഓണം അല്ലായിരുന്നു, ഇന്നലെ ഓണം തലേദിവസമായിരുന്നു ഞങ്ങളുടെ ഇവിടെ കിങ്സ്റ്റൺ മലയാളി അസോസിയേഷൻ്റെ പരിപാടി. ഇപ്പോൾ ഓണമായിട്ട് ഇന്നലെ കിടന്നുറങ്ങിയപ്പോൾ നല്ല ലേറ്റായി. അപ്പോൾ ഇന്ന് ഓണത്തിന് ദിവസം എന്തെങ്കിലും സ്പെഷ്യൽ ചെയ്യണ്ടേന്ന് വിചാരിച്ച് കിങ്സ്റ്റണിൽ ഒരു മലയാള സിനിമ റിലീസാവത്തില്ല. അപ്പോൾ ഇവിടെ നിന്നെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്നെങ്കിൽ ടൊറൻറ്റോ പോകണം, അല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലമാണ് ഒട്ടാവ. കാനഡയുടെ ക്യാപിറ്റലായ ഒട്ടാവയിലാണ് ഒന്നെങ്കിൽ സിനിമ കാണാൻ പോകേണ്ടത്. ഒട്ടാവയ്ക്ക് ഇവിടുന്ന് ആകെ 2 മണിക്കൂറുള്ളൂ. പിന്നെ അവിടെ ഞാൻ അജയൻ്റെ 2ാം മോഷണം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ ആണ് എൻ്റെ അൽപ്പാക്കയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൽപ്പാക്ക ഫാമിൽ പോയതിൻ്റെ നിങ്ങൾ കാണുന്നത് ഓണത്തിൻ്റെ അന്നാണ് അത് അപ്ലോഡ് ചെയ്യുന്നത്. ഇവിടെയാണ് മറ്റേ ഓർലിയൻസ് പ്ലാസ കേട്ടോ. ഇവിടെയാണ് നമ്മൾ സിനിമ കാണാൻ വന്ന് നോക്കണേ. മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, സിനിമ തിയേറ്റർ ഉണ്ട്, പിന്നെ എന്താ കുറേ ഫുഡിൻ്റെ സ്ഥലങ്ങളുണ്ട്. ഓക്കെ വണ്ടി എന്ത് രസം. എത്തിയിട്ടോ നമ്മൾ സ്ഥലത്ത്. ഇപ്പോൾ എന്താ സ്മെല്ല് വരണമെന്നറിയോ? ഒരു പോപ്കോൺ. നമ്മൾ രാഗം തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് തിയേറ്ററിന് ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവില്ലേ, ഈ പോപ്കോൺ വറക്കണേൻ്റെയും പിന്നെ ആൾക്കാരിങ്ങനെ പോയി വരുമ്പോൾ തിയേറ്റർ ഇങ്ങനെ തുറക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലില്ലേ, ആ സ്മെല്ല് ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെ മണക്കുമ്പോൾ നൊസ്റ്റാൾജി അടിക്കുന്നു. ഞാൻ വരുന്നുണ്ട്. ഞാൻ നാട്ടിക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തു. ഞാൻ ഡേറ്റ് ഒന്നും പറയുന്നില്ല. ഫോട്ടോ ബൈ ദ വേ 7:15 ഷോ. ഇതാണ് സിനി സ്റ്റാർസ് ഫോക്കസ്, സിനി സ്റ്റാർസ് സിനിമാസ്. ഇതാണ് ഗൈസ് സിനിമ കഴിഞ്ഞ് വണ്ടിയിലെത്തിയിട്ടു. എനിക്കറിയത്തില്ല, ഞാൻ ഇടയിൽ എനിക്ക് സിനിമയുടെ ഇടയിൽ ഗൂസ് ബംസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഇതൊരു മലയാള സിനിമയെന്ന് എന്ത് രസമാണ്. തിയേറ്ററിൽ തന്നെ കാണണം. ഞാൻ 2.5 മണിക്കൂർ കിങ്സ്റ്റണിന്ന് വണ്ടി പിടിച്ച് വന്ന് ഇത് സിനിമ കഴിഞ്ഞ് തിരിച്ച് പിടിച്ച് പോകണം. 10 മണിയായി. വീട്ടിലെത്തുമ്പോൾ 10:30 ആവും. ഫുഡ് അടിച്ച് പോകുമ്പോൾ എന്തായാലും 1 മണിയുടെ അടുത്താവും. അപ്പോൾ ഇത്ര ഇത് ചെയ്തതിന് 110% സിനിമ സാറ്റിസ്ഫൈഡ് ആണ്. സ്റ്റോറി എന്ത് രസമായിട്ട് അവർ എടുത്തു പോകണേ. ഇത് സ്ക്രീൻ പ്ലേ ഒരു രക്ഷയില്ല. ടോവിനോ അടിപൊളി. ടോവിനോ ആപ്റ്റ് ക്യാരക്ടർ അതിന്. 3 ക്യാരക്ടറും അതിൽ ഏറ്റവും അടിപൊളി മണിയൻ സീൻ. പിന്നെ ആ പെൺകുട്ടി മറ്റേ എന്താ അതിൻ്റെ പേര്, അയ്യോ
ആ പെണ്ണാണ് എന്ത് രസം. ഓണം കഴിഞ്ഞ് ഇപ്പോൾ 2 ആഴ്ചയായി, ഞാൻ ഇതുവരെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. എന്നായിരുന്നു ഓണം? കഴിഞ്ഞ ആഴ്ച ആയിരുന്നല്ലേ? 15th. ഇന്ന് 23-ാം തീയതി. ഞാൻ വീഡിയോ മിക്കവാറും ഇന്നായിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. എന്താ വീഡിയോനെ കുറിച്ച് പറയാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോയിൽ കൂടുതൽ ക്ലിപ്സ് ഒന്നും ഇല്ല. എൻ്റെ ഫോൺ ഫുൾ സ്റ്റോറേജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ അക്ഷയ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ട്, മൊമെൻറ്റ് സീക്കേഴ്സ് എന്ന് പറഞ്ഞ അവർക്ക് വെബ്സൈറ്റ്, അവർ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ബിസിനസ്. എൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ കൂടെ ബാഡ്മിൻ്റൺ കളിക്കുന്ന ആൾ. കുറേ ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ഇത്തിരി ക്ലിപ്സ് വലിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഇട്ടുപോകണം. അപ്പോൾ ചില വീഡിയോസിന് ക്വാളിറ്റി കൂടുതലായിട്ട് തോന്നുന്നത് ആളെടുത്തതിൻ്റെയാണ്. ആളും പിന്നെ റോൺ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട്, ആൾക്ക് വേണ്ടി അന്ന് വർക്ക് ചെയ്ത് റോണായിരുന്നു ആളുടെ കൂടെ. അപ്പോൾ അവൻ എൻ്റെ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഭയത്തിന്. അപ്പോൾ അതൊക്കെ ഈ ക്ലിപ്പിൽ ഞാൻ കയറ്റി നോക്കണേ. അല്ലാതെ ഞാൻ പറഞ്ഞ് പൈസ കൊടുത്ത് എടുപ്പിച്ചൊന്നല്ല, അവർ നല്ല മനുഷ്യന്മാരായ കാരണം എനിക്ക് കുറേ വീഡിയോ കിട്ടി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക്, സബ്സ്ക്രൈബ്, പിന്നെ ബെല്ലൈക്കൺ ടിങ് ടിങ് അടിക്കുക. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നവർ, അടുത്ത വീഡിയോ അടിപൊളിയായിരിക്കും. അടുത്ത വീഡിയോ ഓൾറെഡി പരിപാടിയൊക്കെ 2-3 ആഴ്ച മുമ്പ് പോയതാണ്, പക്ഷേ ഇതൊരു എഡിറ്റിംഗ് തുടങ്ങിയിട്ടില്ല. അത് ടോബർമോറി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ഞാനും ഫ്രണ്ട്സും കൂടി പോയതാണ്. അതിൻ്റെ വീഡിയോ ആയിരിക്കും അടുത്ത വീഡിയോ. അതുവരെ, അത് കാണുന്നവരെ ബൈ.